നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കായി ഒരുപാട് വാർത്തകൾ ഇന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നോർക്കയുടെ ശുഭയാത്രാ പദ്ധതിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എന്താണ് ആദ്യത്തെ വാർത്ത? വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവരുടെ നൈപുണ്യ വികസനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെയും യാത്രാ ചെലവുകൾ വഹിക്കുന്നതിന് സഹായം നൽകുന്നതിലൂടെയും തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നവരെ സഹായിക്കുന്നതിനാണ് നോർക്ക ശുഭയാത്രാ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരമുള്ള വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി പലിശ ഇളവോടെ അനുവദിക്കും. നോർക്ക ശുഭയാത്രാ പദ്ധതിയിൽ 2 ഉപപദ്ധതികൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. വിദേശ തൊഴിലവസര നൈപുണ്യ സഹായ പദ്ധതിയും വിദേശ തൊഴിൽ യാത്രാ സഹായ പദ്ധതിയും. ഇങ്ങനെ 2 എണ്ണമാണ് ഈ ശുഭയാത്രയിലുള്ളത്. വിദേശ തൊഴിലവസര നൈപുണ്യ സഹായ പദ്ധതിയിൽ വിദേശ ഭാഷാ പരിശീലനം, പരീക്ഷാ ഫീസ്, കോച്ചിംഗ്, റെഗുലേറ്ററി പരീക്ഷാ ഫീസ്, പരിശീലന കാലയളവിൽ ഹോസ്റ്റൽ താമസം, ഭക്ഷണം തുടങ്ങിയ ജീവിത ചെലവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. വിദേശ തൊഴിൽ യാത്രാ സഹായ പദ്ധതി പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ മൈഗ്രേറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി വിദേശത്ത് തൊഴിൽ നേടിയ വ്യക്തികൾക്ക് വായ്പകൾ അനുവദിക്കുന്നു. റിക്രൂട്ട്മെന്റ് സേവന നിരക്കുകൾ, വിസ സ്റ്റാമ്പിംഗ് ഫീസ്, മെഡിക്കൽ പരിശോധനകൾ, വിമാന ടിക്കറ്റ് നിരക്കുകൾ, വാക്സിനേഷനുകളും മറ്റ് അനുബന്ധ ചെലവുകളും എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. വിദേശ തൊഴിൽ ചെലവുകളുടെ പ്രാരംഭ കാര്യങ്ങൾക്ക് ഇവ സഹായകമാകും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വായ്പ നൽകുന്നത്. വായ്പാ പരിധിയും തിരിച്ചടവ് നിബന്ധനകളും ഇതിനെക്കുറിച്ച് എന്താണ്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ: പരമാവധി 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകും. പരമാവധി തിരിച്ചടവ് കാലാവധി 36 മാസമാണ്. തവണകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന വായ്പക്കാർക്ക് ആദ്യത്തെ 6 മാസത്തേക്ക് നോർക്ക മുഴുവൻ പലിശയും തിരികെ നൽകും. ശേഷിക്കുന്ന 30 മാസത്തേക്ക് 4% പലിശ തിരികെ നൽകും. വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള വായ്പാ ധനസഹായ പദ്ധതിയായ നോർക്ക ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും വിദേശ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള 18-നും 55-നും മധ്യ പ്രായമുള്ള വനിതകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. സബ്സിഡി കഴിഞ്ഞ് വെറും 4% പലിശ നിരക്കിൽ 36 മാസ തിരിച്ചടവിൽ 2 ലക്ഷം രൂപ വരെയാണ് അർഹരായ വനിതാ അപേക്ഷകർക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നോർക്ക ശുഭയാത്രാ പദ്ധതി മുഖേന വായ്പയായി ലഭിക്കുക. വിശദ വിവരങ്ങൾക്കും ശുഭയാത്രാ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനും നോർക്കയുടെ ഔദ്യോഗിക സൈറ്റിൽ നോക്കാവുന്നതാണ്. norcaroots.kerala.gov.in. അതുപോലെ സംസ്ഥാനത്തെ വനിതാ വികസന കോർപ്പറേഷൻ ഓഫീസുകൾ മുഖേനയും നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിച്ചും norcaroots.kerala.gov.in സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ്. നോർക്ക റൂട്ട്സ് NDPREയും പദ്ധതിയുടെ പൊതുവായ മാനദണ്ഡങ്ങൾ നോർക്ക ശുഭയാത്രാ പദ്ധതിക്കും ബാധകമാണ്. ഇത് എന്തുകൊണ്ടും മികച്ച ഒരു തീരുമാനം തന്നെയാണ്. കാരണം സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പോകുന്നവരിലൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് ഇതുപോലെയുള്ള സംഘങ്ങളുണ്ട്. അതായത് വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമീപിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ പലരും ചതിക്കപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുമുണ്ട്. തട്ടിപ്പുകൾ നടക്കുന്നതും ഇതേപോലെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഔദ്യോഗികമായ ഇത്തരത്തിലുള്ള നോർക്ക പോലെയുള്ള സംവിധാനങ്ങളിലൂടെ തന്നെ നിങ്ങൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ഇപ്പോൾ ഒരുപാട് സഹായങ്ങളും ഈ ഒരു സംഘം മുഖേന ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ പരമാവധി എല്ലാവരും ഉപയോഗിക്കുക. norcaroots.kerala.gov.in മറക്കണ്ടാതെ അതിൽ വെച്ച് നിങ്ങൾ നോക്കി ഒരുപാട് കാര്യങ്ങൾ, ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നോർക്ക ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് സഹായങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി നോർക്ക ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അടുത്തത് വരുന്നത് ബിഗ് സർപ്രൈസുമായിട്ടാണ്. ഒരു ബിഗ് സർപ്രൈസ് വരുന്നത് ബിഗ് ടിക്കറ്റുമായിട്ട് തന്നെയാണ്. എപ്പോഴും മലയാളികൾക്ക് കിട്ടാറുണ്ട് ബിഗ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ. അതിൽ ഒരു 30 മില്യൺ ദിർഹം ക്യാഷ് പ്രൈസ് ആണ്. നമുക്കറിയാം, ഇവിടുത്തെ ലോട്ടറി പോലെ അല്ല. ഇവിടുത്തെ അടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തുകയും നമ്മുടെ കൈകളിലേക്ക് വരികയാണ്. അപ്പോൾ ഡിസംബറിൽ ബിഗ് ടിക്കറ്റ് 30 മില്യൺ ദിർഹം ഗ്രാൻഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 3-നാണ് ലൈവ് ഡ്രോ. അതേ ദിവസം സമാശ്വാസ സമ്മാനമായി 5 ഭാഗ്യശാലികൾക്ക് 50,000 ദിർഹം വീതം ലഭിക്കും. ഡിസംബറിൽ ആഴ്ചതോറുമുള്ള ഈ ഡ്രോകളും തുടരും.
5 വിജയികൾക്ക് ഓരോ ആഴ്ചയും 1 ലക്ഷം ദിർഹം വീതം നേടാം. ബിഗ് ടിക്കറ്റ് യൂട്യൂബ് ചാനലിൽ രാവിലെ 11-നാണ് തത്സമയ ഈ ഡ്രോ. ഡിസംബർ 1-നും 24-നും ഇടയ്ക്ക് ഒറ്റ ഇടപാടിൽ 2-ഓ അതിലധികമോ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ദ ബിഗ് വിൻ മത്സരത്തിലേക്ക് ഓട്ടോമാറ്റിക് എൻട്രി ലഭിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന 4 പേർക്ക് ജനുവരി 3-ന് നടക്കുന്ന ലൈവ് ഡ്രോ കാണാം. കൂടാതെ 50,000 മുതൽ 1,50,000 ദിർഹം വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാം. ജനുവരി 1-ന് മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും. ഡ്രീം കാർ സീരീസിൽ ജനുവരി 3-ന് BMW 430i ആണ് നൽകുന്നത്. ഫെബ്രുവരി 3-ന് BMW X5 നൽകും. എന്തായാലും ഇതിൽ കുറച്ചെണ്ണത്തിലെങ്കിലും മലയാളികൾ ഉറപ്പാണ്. കാരണം എല്ലാ പ്രാവശ്യവും ബിഗ് ടിക്കറ്റിലും മലയാളികൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഭാഗ്യശാലി മലയാളി തന്നെ ആവട്ടെ. ഒമാനിലേക്ക് വരുന്നവർ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ പറയുന്നത്. ആ നിർദ്ദേശങ്ങളെല്ലാം കസ്റ്റംസ് അതോറിറ്റി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. 1-2 ദിവസം മുന്നേ മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കര, സമുദ്ര, വ്യോമയാന അതിർത്തികൾ വഴി വരുന്നവർക്കുള്ള പുതിയ നിർദ്ദേശമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പണമോ മറ്റ് അമൂല്യ വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. വെളിപ്പെടുത്തേണ്ട പരിധിയിൽ വരുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുതെന്ന് പുതിയ നിർദ്ദേശത്തിലുണ്ട്. 6,000 ഒമാനി റിയാൽ പണം, ചെക്കുകൾ, സെക്യൂരിറ്റികൾ, ഓഹരികൾ, പേയ്മെന്റ് ഓർഡറുകൾ, അമൂല്യ ലോഹങ്ങൾ, സ്വർണം, വജ്രം, അമൂല്യമായ കല്ലുകൾ, 6,000 റിയാലിന് തുല്യമായ കറൻസികൾ തുടങ്ങിയവ കൈവശം വെച്ച് രാജ്യത്തിലേക്കോ പുറത്തേക്കോ പോകുന്ന യാത്രക്കാർ ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ടതാണ്. കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷനാണ് നടത്തേണ്ടത്. അജ്ഞാതരിൽ നിന്ന് ബാഗോ ലഗേജോ സ്വീകരിക്കരുത് എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. വ്യക്തിഗത ഉപയോഗത്തിനുള്ള വീഡിയോ ക്യാമറ, സംഗീതോപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, ടിവിയും റിസീവറും, ബേബി സ്ട്രോളറുകൾ, ഭിന്നശേഷിക്കാരുടെ കസേരകളും സ്ട്രോളറുകളും, കമ്പ്യൂട്ടർ, മൊബൈൽ പ്രിന്ററുകൾ, തുണികളും വ്യക്തിഗത വസ്തുക്കളും, വ്യക്തിഗത ആഭരണങ്ങൾ, വ്യക്തിഗത സ്പോർട്സ് ഉപകരണങ്ങൾ, വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ ഇവയെല്ലാം കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മരുന്നുകൾ, മെഡിക്കൽ മെഷീനുകൾ, ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ, പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമ വസ്തുക്കൾ, MAG ട്രാൻസ്മിറ്ററുകൾ, ഡ്രോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ കൊണ്ടുവരുന്നതിനും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അംഗീകാരം നേടണം. നിരോധിച്ചതോ നിയന്ത്രിച്ചതോ ആയ വസ്തുക്കൾ മറ്റ് യാത്രക്കാരുടെ കൈവശം കണ്ടാൽ അധികൃതരെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആയുധങ്ങൾ, ലഹരി വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുടെ ആകൃതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രങ്ങൾ, ആനക്കൊമ്പ് എന്നിവ ഏകീകൃത കസ്റ്റംസ് നിയമം അനുസരിച്ച് കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ചിട്ടുള്ള വസ്തുക്കളാണ്. ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ഒടുക്കേണ്ടി വരും. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ 3 വർഷം വരെ തടവും 10,000 റിയാൽ പിഴയും ശിക്ഷ ലഭിച്ചേക്കാം. അപ്പോൾ അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒമാനിലേക്ക് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തെല്ലാമാണ് പെട്ടിയിൽ വെക്കാവുന്നത്, എന്തെല്ലാമാണ് വെക്കാൻ പാടില്ലാത്തത്, കസ്റ്റംസിൽ അറിയിക്കേണ്ടത് ഏതെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിട്ട് വേണം ഒമാനിലേക്ക് യാത്ര പോകാൻ. അല്ലെങ്കിൽ തീർച്ചയായും അവിടെ പിഴ വീഴും. അതിനോടൊപ്പം തന്നെ പറയാൻ ഉള്ളൊരു കാര്യം, നമ്മൾ ഈ അടുത്ത് കേട്ട ഒരു വാർത്തയാണ്. അതായത് നാട്ടിലെത്തിയ സുഹൃത്ത് തിരികെ വിദേശത്തേക്ക്, അതായത് ഏതോ ഒരു ഗൾഫ് രാജ്യത്തേക്ക് തന്നെ മടങ്ങാൻ ഇരിക്കുമ്പോൾ തൻ്റെ മറ്റൊരു സുഹൃത്തിന് കൊടുക്കുന്നതിന് വേണ്ടി അച്ചാറുകളുമായി കൊണ്ടുവന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അച്ചാർ കുപ്പി എല്ലാം അടച്ച് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൻ്റെ വിദേശത്തുള്ള സുഹൃത്തിന് ഈ സുഹൃത്ത് വഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ കൊടുത്ത ആളിൽ എന്തോ ഒരു സംശയം തോന്നിയിട്ടാകണം ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനൊരു സംശയം തോന്നിയിട്ട് ആ അച്ചാർ കുപ്പി തുറന്നു നോക്കുമ്പോൾ അതിൽ ലഹരി വസ്തുക്കളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ വെച്ച് ഇതൊക്കെ പിടിക്കപ്പെടുകയാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, സുരക്ഷിതരായി തന്നെ. കാരണം പൊതുവെ എല്ലാവരും അതെ, ഇപ്പോൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിലും ഏത് വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് അത്ര അധികം അടുത്തോ പരിചയം ഇല്ലാത്തവർ പോലും അപ്പോൾ അവിടെ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തോ സുഹൃത്തുക്കളായിരിക്കും. അവരുടെ വീട്ടുകാരെ നമുക്ക് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ വന്ന് മക്കൾക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ സഹോദരനിക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ വാങ്ങി വെക്കാറുണ്ട്.
അത് വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, രസകരമായിട്ട് തോന്നിയെങ്കിലും മറ്റേ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. ചിലപ്പോൾ നമുക്കറിയില്ല ഓരോ രാജ്യത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അലൗഡ് ആയിട്ടുള്ളതെന്ന്. നവ്യ നായർ വിദേശത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഒരു മുല്ലപ്പൂ തലയിൽ വെച്ചതിന് 1 ലക്ഷം രൂപ പിഴ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ അതിനെക്കുറിച്ചും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ വെച്ച് നടത്തപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പരമോന്നത കൗൺസിലിന്റെ 46ാമത് സമ്മേളനത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പങ്കെടുക്കും. ഇതൊരു വലിയ വാർത്തയായിട്ട് GCC രാജ്യങ്ങളുടേതായിട്ട് വളരെ കാര്യമായി തന്നെ വരുന്നുണ്ട്. സുൽത്താൻ അതിനായി ബുധനാഴ്ച ബഹ്റൈനിലേക്ക് പുറപ്പെടുകയാണ്. GCC രാജ്യങ്ങളിലെ മറ്റു നേതാക്കളുമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് കൂടിക്കാഴ്ച നടത്തും. മനാമയിൽ ബുധനാഴ്ച ആരംഭിക്കുന്ന ഗൾഫ് സഹകരണ കൗൺസിലിന്റെ 46ാമത് ഉച്ചകോടി അംഗരാജ്യങ്ങളിലെ പൗരന്മാർ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ആഴത്തിലുള്ള സഹകരണം, സമഗ്രമായ ഏകീകരണം, എല്ലാ തലങ്ങളിലുമുള്ള ബന്ധങ്ങളുടെ ശാക്തീകരണം എന്നിവയുടെ പ്രതീകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഉന്നത നേതാക്കളുമാണ് ഉച്ചകോടിയുടെ ഉന്നത യോഗത്തിൽ പങ്കെടുക്കുക. ഉച്ചകോടിയിൽ ഗൾഫ് സംയുക്ത പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ മേഖലകളിലൂടെയുള്ള സമഗ്രമായ വിലയിരുത്തലുകളായിരിക്കും ഉണ്ടാകുക. കൂടാതെ പ്രാദേശികവും അന്തർദേശീയവുമായ വികസനങ്ങളും സുരക്ഷാ, സ്ഥിരതാ പ്രത്യാഘാതങ്ങളുമെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രദേശത്ത് സമഗ്ര സമാധാനത്തിനുള്ള സംയുക്ത ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മാറുന്ന സാഹചര്യങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കാനുള്ള വഴികളും ചർച്ചയ്ക്ക് വരും. GCC ജനറൽ സെക്രട്ടറിയായ ജാസി മുഹമ്മദ് അൽ ബുദൈവി ഗൾഫ് മേഖലയിലെയും ആഗോളതലത്തിലെയും സഹകരണ ഘടനകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ ഉച്ചകോടി ചരിത്രപരമായ നേട്ടങ്ങൾക്ക് പുതിയ അടിത്തറയാകുമെന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ 2024 ഡിസംബറിൽ നടന്ന 45ാമത് ഉച്ചകോടി ശുദ്ധ ഊർജം, ടെക്നോളജി, ഗ്രീൻ ട്രാൻസിഷൻ എന്നിവയിൽ നിക്ഷേപ വർധന ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നു. 2024 GCC രാജ്യങ്ങൾ 1.9% GDP വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഓയിൽ ഇതര മേഖല 4.4% വളർന്നത് നേട്ടമായി കണക്കാക്കുന്നു. 2025-2027 കാലയളവിൽ വളർച്ച ക്രമേണ ഉയരുമെന്നാണ് സാമ്പത്തിക പ്രവചനം. 2023 GCC രാജ്യങ്ങളിലേക്കുള്ള വിദേശ നിക്ഷേപം $523.4 ബില്യൺ ഉയർന്നു. ഇതോടെ ലോകത്തിലെ ആകെ FDIയിൽ 5% പങ്ക് ഗൾഫ് പ്രദേശത്തേക്ക് എത്തി. 2015 88.2 ബില്യണായിരുന്ന ഗൾഫ് നിക്ഷേപം 2023 130.3 ബില്യണായി ഉയർന്നു. 2024 വിദേശ വ്യാപാരം ഗൾഫിന്റെ വിദേശ വ്യാപാരം 1.1% വർദ്ധിച്ചു. എണ്ണവിലയിൽ കുറവ് വന്നിട്ടും നോൺ ഓയിൽ കയറ്റുമതി വലിയ രീതിയിൽ വളർന്നു. അതേ വർഷം പൊതുവരുമാനം $670.2 ബില്യൺ ആയപ്പോൾ ചെലവ് $655.9 ബില്യൺ ആയിരുന്നു. നികുതി രംഗത്തെ പരിഷ്കരണങ്ങളും ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളും നോൺ ഓയിൽ വരുമാനം ഉയർത്താൻ സഹായിച്ചു. 2024 ഗൾഫ് ഓഹരി വിപണിയുടെ മൊത്തം മൂല്യം $4.2 ട്രില്യൺ എത്തി. GCC ഉച്ചകോടികൾ 4 ദശാബ്ദങ്ങളിലായി സുരക്ഷ, സമ്പദ്വ്യവസ്ഥ, പ്രതിരോധം, സുസ്ഥിര വികസനം എന്നിവയിൽ ഏകീകൃത നയങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രധാന വേദിയായി മാറിയിട്ടുണ്ട്. ഒമാന്റെ നിലപാട് എന്താണെന്ന് നോക്കാം. ഇതിൽ GCC സമ്മേളനത്തിൽ ഒമാന്റെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ വിവേകപരമായ നേതൃത്വത്തിൽ GCCയുടെ ഐക്യം ശക്തിപ്പെടുത്തുക ഒമാന്റെ സ്ഥിരമായ നിലപാടാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലകളിൽ ആഴത്തിലുള്ള സംയോജനം GCCയുടെ ഭാവി ശക്തിയാണെന്ന് ഒമാൻ ന്യൂസ് ഏജൻസിയോട് നടത്തിയ അഭിമുഖത്തിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹാഷിൽ അൽ മസ്കരി വ്യക്തമാക്കി. ഒമാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ GCC റീജിയണൽ നെയ്ബർഹുഡ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ് ഷെയ്ഖ് അഹമ്മദ്. ഒമാൻ വിഷൻ 2040 ഗൾഫ് രാജ്യങ്ങളുടെ ദർശനങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നുണ്ട് എന്നും വ്യാപാരം, സേവനങ്ങൾ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്ക് ഒമാൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് വൈദ്യുത ബന്ധവും ഗൾഫ് റെയിൽവേയും ഭാവിയിലെ ഏറ്റവും നിർണായക പ്രോജക്റ്റുകളായി മാറുമെന്നും അഹമ്മദ് ബിൻ ഹാഷിൽ അൽ മസ്കരി പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബഹ്റൈന്റെ നിലപാട്. 46ാമത് GCC ഉച്ചകോടി ബഹ്റൈനിൽ നടക്കുന്നത് 40 ആണ്ടുകളായുള്ള ഗൾഫ് ഐക്യത്തിന്റെ വിജയയാത്രയിൽ പുതിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ബഹ്റൈൻ നിയമ മാനവാവകാശ കാര്യാലയ ഡയറക്ടർ ജനറൽ ഡോക്ടർ യൂസഫ് അൽ ബുജൈരി പറഞ്ഞു. ഗൾഫ് റെയിൽവേ കരാർ ഈ സമ്മേളനത്തിൽ ഒപ്പിടുമെന്നും അത് ഗൾഫ് പൗരന്മാരുടെയും നേതാക്കളുടെയും ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷമാകുമെന്നും ബഹ്റൈൻ നിയമ മാനവാവകാശ കാര്യാലയ ഡയറക്ടർ
യൂസഫ് വ്യക്തമാക്കി. GCC രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ പ്രധാന ശ്രദ്ധ ഗൾഫ് ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, പ്രദേശത്തെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പിക്കുക, സമാധാനപരമായ നയതന്ത്ര മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, ആഗോള പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയിലായിരിക്കും. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയോജന ശ്രമങ്ങൾ വിപുലീകരിക്കുകയും വളർച്ച, സമൃദ്ധി, സ്ഥിരത എന്നിവ ലക്ഷ്യമാക്കി പുതിയ വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉച്ചകോടി നടത്തപ്പെടുന്നത്. അപ്പോൾ ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളെ മൊത്തം തന്നെ ബാധിക്കുന്ന, എല്ലാവരും വളരെ അധികം ഇനി ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉച്ചകോടിയാണ്. ഗൾഫ് അങ്ങനെ ഉയരത്തിലേക്ക് എത്തുന്നത് നമുക്ക് മലയാളികൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. കൂടുതൽ വാർത്തകളുമായി കാണാം. നമസ്കാരം.